പ്രിയപ്പെട്ട മദേഴ്സ്, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, കുഞ്ഞനുജത്തിമാരെ, ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനമായി ഇന്നത്തെ എൻ്റെ ദിവസം മാറി എന്നത് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. കാലം ചെയ്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പേടകത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവം ആയിരിക്കുവാനും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു എന്നത് ഏറെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചിട്ടുണ്ട്. നാം എല്ലാവരും വിശ്വസിക്കുന്നത് പോലെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വിശുദ്ധനാണ്. പിതാവിൻ്റെ ജീവിത ലാളിത്യം കൊണ്ടും പിതാവിൻ്റെ സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി കൊണ്ടും സദാ സന്തോഷവാനായി നമ്മെ സന്തോഷിപ്പിച്ചതുകൊണ്ടുമൊക്കെ ആ വിശുദ്ധിയുടെ പല നിറങ്ങൾ, പല ഭാവങ്ങൾ ആ ജീവിതത്തിൽ നാം കാണുകയുണ്ടായി. പരിശുദ്ധ പിതാവ് സന്യസ്തരെ ഏറെ സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കറിയാം. നിങ്ങൾ ലോകത്തെ ഉണർത്തേണ്ടവരാണെന്നുള്ളത് പിതാവിൻ്റെ വലിയ ആഹ്വാനം നാം ചെവിക്കൊണ്ടിരിക്കുകയാണ്. പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ലാളിത്യം വത്തിക്കാൻ്റെ പരിസരങ്ങളിലും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഉള്ളിലും നമുക്ക് വളരെ പ്രകടമാണ്. പൂക്കളാലോ തോരണങ്ങളാലോ ഒന്നും അലങ്കരിക്കപ്പെട്ടിട്ടുള്ളതല്ല ആ പേടകം. വളരെ സിമ്പിളായി, ലളിതമായി, ഒരു ക്രിസ്തു ശിഷ്യന് ചേർന്ന രീതിയിൽ നമുക്കൊക്കെ വലിയ മെസ്സേജ് തന്ന വന്യപിതാവിൻ്റെ ജീവിതം തന്നെയാണ് പിതാവിൻ്റെ സന്ദേശമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുവാൻ ദൈവം അവസരം നൽകുകയാണ് നമുക്ക് ഓരോരുത്തർക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, പ്രോത്സാഹനത്തിൻ്റെതായ അനുഭവങ്ങൾ നമുക്കേറെ ഉണ്ടല്ലോ. കഴിഞ്ഞ വർഷം നമ്മുടെ സെൻറ്റിനറിയോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടനം വത്തിക്കാനിൽ നാം ഒരുമിച്ച് കൂടി നിർവഹിച്ചപ്പോൾ പരിശുദ്ധ പിതാവിൻ്റെ ആശീർവാദവും അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയുണ്ടായി. അതെത്രയോ വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണുകയാണ്. നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമനസിൻ്റെ ആ വലിയ പരിശ്രമത്തിൻ്റെ ഫലമായി റോമിലുള്ള നമ്മളുടെ അച്ഛന്മാരുടെ, സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പരിശ്രമ ഫലമായി നമുക്ക് വലിയൊരു ഭാഗ്യം കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 11 ലഭിച്ചത് നന്ദിയോടെ ഓർക്കുകയാണ്. തുടർന്ന് നമുക്ക് സമൂഹമായി പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ദൈവം ഒരുക്കിയ ഈ സമയത്തെയും സന്ദർഭത്തെയും ഞാൻ നന്ദിയോടെ വീണ്ടും അനുസ്മരിക്കുകയാണ്. അതിനെല്ലാം കാരണം പരിശുദ്ധ സഭയോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടും ബഥനിയിലെ ഒരു അംഗമായതുകൊണ്ടുമാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്കോരോരുത്തർക്കും ബഥനിക്കും പരിശുദ്ധ പിതാവിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ അനുഗ്രഹപൂർണമായ ജീവിതത്തിന് മുൻപിൽ നമുക്ക് നമ്രശിരസ്കരാകാം, ആദരാഞ്ജലികൾ അർപ്പിക്കാം. ഇവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങളേവരെയും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പിതാവിൻ്റെ മാധ്യസ്ഥം തേടാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹത്തോടെ, നന്ദിയോടെ
സിസ്റ്റർ ആർദ്ര, മദർ ജനറൽ.